50,000 crores നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ പ്രവർത്തിച്ചാൽ മതി. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഞാൻ ആരെങ്കിലും മാസിമിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും പ്രവർത്തിച്ചിട്ടില്ല, ഒരാൾ പ്രവർത്തിക്കണം, ഞാൻ 10 പേരെ സ്പോൺസർ ചെയ്ത് 10 പേരും ചെയ്യുന്നില്ല, എനിക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഇന്ത്യയിലാണ്. എവിടെ നോക്കിയാലും ആൾക്കാർ ഈ 10 പേര് വർക്ക് ചെയ്തില്ലെങ്കിൽ അവരോട് മാറിക്കാൻ പറയും. പുതിയ 10 പേരെ കണ്ടുപിടിക്കും, പുതിയ 100 പേരെ കണ്ടുപിടിക്കും, പുതിയ ലീഡേഴ്സിനെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്നും RCMൽ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം, ഒരിക്കലും നിർത്താൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, കീപ് ഫൈൻഡിങ് ന്യൂ പീപ്പിൾ. നമ്മൾ പുതിയ പുതിയ ആളുകളെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. പുതിയ പുതിയ മേച്ചിൽ പാടങ്ങൾ തേടിപ്പോയിക്കൊണ്ടേയിരിക്കണം. ന്യൂ പ്ലേസസ്, ന്യൂ പ്ലേസസ്. നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് നമ്മൾ അറിഞ്ഞാൽ പുതിയ പുതിയ ആളുകളെ കണ്ടുപിടിക്കുക. പുതിയ പുതിയ ലീഡേഴ്സിനെ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ന്യൂ ലീഡേഴ്സ്, കീപ് ബിൽഡിംഗ്. ഒരിക്കലും നിർത്താൻ പാടില്ല. ആശയം നമ്മൾ ഡയമണ്ട് ആയാലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങളാണ്. പുതിയ ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുക, പുതിയ സ്ഥലങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുക, പുതിയ പുതിയ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. Find your 10 അല്ല, find your 100 and find their 100. Find your 10 ൽ സ്റ്റോപ്പ് ചെയ്യരുത്, find your 100. നമ്മൾ ലീഡേഴ്സ്, നമ്മളുടെ ഇപ്പോഴത്തെ കറന്റ് എക്സിസ്റ്റിംഗ് ലീഡേഴ്സ് ഷുഡ് ബി എ ബോണസ്. അവർ അഡീഷണൽ ലീഡേഴ്സ് ആയിരിക്കണം. ഇപ്പോൾ ലീഡേഴ്സ് ക്രിയേറ്റ് ന്യൂ ലീഡേഴ്സ്. പുതിയ പുതിയ സ്ഥലങ്ങൾ, ഒലവക്കോടേക്കും മഞ്ചേരിയിലേക്കും ഇവിടുന്ന് കോയമ്പത്തൂരിലേക്കും ഈറോഡിലേക്കും സേലത്തിലേക്കും ഒക്കെ നമുക്ക് നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. കീപ് ട്രാവലിംഗ്. ഞങ്ങളിപ്പോ കഴിഞ്ഞ 5 ദിവസം ട്രാവൽ ചെയ്തിട്ടാണ് വരുന്നത്. ഞാൻ വൈകും കൂടി ഞങ്ങൾ രാമേശ്വരം പോയി, മധുരയിൽ പോയി, മധുരൈ ടെമ്പിൾ പോയി, അവിടുന്ന് ദിണ്ടിഗലിൽ പോയി. ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോഴും അവിടെ നമ്മളെ കൊണ്ടുനടക്കാൻ ആൾക്കാർ. ജീവിതത്തിൽ 2 പ്രാവശ്യം പൂവിടാറുള്ളൂ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഒന്ന് കല്യാണം കഴിക്കുമ്പോഴും ഒന്ന് ചാവുമ്പോഴും. ഞങ്ങൾ എവിടെ ചെന്നാലും ഇവിടെ ഇരിക്കുന്ന മനസ്സിലാക്കിയ ആളുകൾക്ക് വെയിറ്റ് ചെയ്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളും നാളെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി കൂട്ട് നിങ്ങളെ സ്വീകരിക്കാൻ ആൾക്കാരുണ്ടാവും. ഹലോ, റെഡിയാണോ? അതുകൊണ്ട് തയ്യാറാണ്, മാനസികമായിട്ട് റെഡിയാണ്. ഓപ്പർച്യൂണിറ്റിയാണ്, അവസരം. 1 രൂപ പോലും മുടക്കാതെ എത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് കാര്യം. യൂസ് ദ പ്രൊഡക്റ്റ്, യൂസ് ചെയ്യാം, മറ്റുള്ളവരോട് യൂസ് ചെയ്യാം. മൂന്നാമത് എന്തെങ്കിലും ജെബിസാർ പറഞ്ഞാൽ പറ്റൂല എന്നോട്ടെ. യൂസ് ദ പ്രൊഡക്റ്റ് എന്നുള്ളത് അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. എല്ലാ ദിവസവും ഒരു 10,000-2000 രൂപയുടെ പ്രൊഡക്റ്റ് എങ്കിലും വിൽക്കാതെ വീട്ടിൽ പോയി. റീറ്റെയിൽ ടു ബിൽഡ് ദ ടീം. ടീം ബിൽഡിങ്ങിന് വേണ്ടിയിട്ടായിരിക്കണം റീറ്റെയിൽ ചെയ്യണം. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് RCMൽ പ്രവർത്തിക്കാം, വളരണം. കേരളത്തിൽ RCMനെ പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ പാലക്കാട് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ആളുകൾ തിരിഞ്ഞു നോക്കുന്ന രീതിയിലേക്കായിരിക്കണം. പാലക്കാട് കണ്ടുപിടിക്കാൻ പറയണം, പാലക്കാട്ടുള്ള ലീഡർമാരെ നോക്കി പഠിക്കാൻ പറയണം. അങ്ങനെ ഉള്ള ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, എത്തിക്കൽ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് നമുക്കിവിടെ പാലക്കാട് കൊണ്ടുവരാം. ആണ് ഓൾറെഡി, അതങ്ങനെ തന്നെയാണ്. ആ പേരും ആ പ്രശസ്തിയും ഇനിയും ഉയരങ്ങളിലേക്ക് നമുക്ക് വളർത്താൻ പറ്റും. കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ആശയം പോകും, പടർന്നു പിടിക്കും. തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ആ തുടങ്ങാൻ പോകുന്ന കുറച്ച് ആൾക്കാരാണ് നമ്മളെ. വരുന്ന കാലങ്ങളിൽ നിങ്ങൾക്കെല്ലാം വലിയ വിജയങ്ങൾ, നിങ്ങളെല്ലാം വിചാരിക്കുന്നതിന് അപ്പുറത്തുള്ള വിജയങ്ങൾ ഓരോരുത്തർക്കും കിട്ടട്ടെ, എല്ലാവർക്കും കിട്ടട്ടെ. താങ്ക് യു വെരി മച്ച്. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നുകൊണ്ട് നല്ല കൈയടി. പാലക്കാടിന്റെ ശക്തി അറിയണം. ഓക്കെ, എന്തായാലും ഈ